ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ട്രിപ്പ് പോവുകയാണ്. ബ്രൈറ്റൺ ആൻഡ് സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇംഗ്ലണ്ടിലെ തന്നെയുള്ള ഒരു ബീച്ച് സൈഡ് ഏരിയയാണ് ബ്രൈറ്റൺ. ഒരു ചെറിയൊരു നല്ല ഭംഗിയുള്ള ഒരു ടൗൺ ആണെന്നാണ് കേട്ടിട്ടുള്ളത്. കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് സമ്മറിൽ ട്രിപ്പൊക്കെ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ വൺ ഡേ ട്രിപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ട്രെയിനിലെ അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ. അതാണ് നിങ്ങൾ ഈ മേ ബി ഒരു ഡിസ്റ്റർബൻസ് കേൾക്കുന്നുണ്ടാവും. ഞാൻ ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോൾ ട്രെയിനിൽ ജസ്റ്റ് കയറിയുള്ളൂ ട്രെയിനിൽ. അപ്പോൾ നമുക്ക് ഒരു 2 ട്രെയിൻ മാറി കയറണം ബ്രൈറ്റണിലെത്താൻ. എന്നിട്ട് ബ്രൈറ്റണിൽ നിന്ന് സെവൻ സിസ്റ്റേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഭംഗിയുള്ള ക്ലിഫ്സ് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഹൈക്കിങ്ങിനൊക്കെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ലൊരു വ്ളോഗായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതിലുപരി ആ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എനിക്കത് മാക്സിമം നന്നായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സീ ഹൗ ബ്രൈറ്റൺ ഗോസ്. സോ നമുക്കിനി ബ്രൈറ്റണിൽ എത്തിയിട്ട് കാണാം. രാവിലെ ഏകദേശം ഒരു 10:30 മണിയായപ്പോൾ നമ്മൾ ബ്രൈറ്റണിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ലണ്ടൻ ടു ബ്രൈറ്റൺ ഏകദേശം ഒരു 1 hour ഡിസ്റ്റൻസേ ഉള്ളൂ. ഇവിടുത്തെ ഈ സ്ട്രീറ്റ്സും വീടുകളൊക്കെ കാണാൻ നല്ല വൈബായിരുന്നു. ഭയങ്കര കളർഫുൾ ആയിരുന്നു. നല്ലൊരു ചാം ഉണ്ടായിരുന്നു. കുറേ വിൻറ്റേജ് ഷോപ്പുകളും പിന്നെ നല്ല കെഫേസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് റോയൽ പെവിലിയൻ, അതായത് പഴയൊരു റോയൽ റെസിഡൻസ് ആണ്. നമ്മുടെ ഇന്ത്യൻ മുഗൾ സ്റ്റൈലിലൊക്കെയാണ് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറൊക്കെ ഉള്ളത്. അകത്തേക്കൊന്നും കയറിയില്ല, ജസ്റ്റ് പുറത്തുകൂടെ നടന്നു. അതിനുശേഷം നമ്മൾ നേരെ പോയത് ബ്രൈറ്റൺ ബീച്ചിലോട്ടാണ്. ബ്രൈറ്റൺ is one of the most popular British summer destinations and it is one of the cleanest beaches in the UK. ഒരുപാട് തിരക്കുള്ളൊരു സ്ഥലമാണ്. അത്രയും ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. എന്നാലും എത്ര വെൽ മെയിൻറ്റെയിൻഡ് ആണെന്നറിയോ ഈ ഒരു ബീച്ച്. ഇതൊരു പെബിൾ ബീച്ചാണ്. നമ്മൾ പൊതുവെ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം സാൻഡ് ബീച്ചസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഒരു പെബിൾ ബീച്ച്. ഞാൻ കുറേ നേരം ഇവിടെ ഇരുന്നു. പിന്നെ കണ്ട കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ആൾക്കാർ ഫാമിലിയായി വന്ന് ചെറിയ കുട്ടികളൊക്കെ കടലിലേക്ക് ഇറങ്ങി ഡൈവ് ചെയ്യുന്നതൊക്കെ കാണണം. അവർ നീന്തുന്നതും അതുപോലെ അവരുടെ പേരൻസും അവരെല്ലാവരും കൂടെ നല്ലൊരു ടൈമാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പാവം ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അവർ ഡിസപ്പോയിൻറ്റഡ് ആവാണ്ട് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവസാനം കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. പക്ഷെ എനിക്ക് ഈ ബീച്ച് ഭയങ്കര ഇഷ്ടമായി. ബീച്ചിൻ്റെ ക്ലെൻലിനെസ് മാറ്റി നിർത്തിയാൽ തന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആ ഒരു ഭംഗിയും കളറും പിന്നെ പെബിൾസ് എല്ലാം കൂടെ നല്ലൊരു രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പിയർ ഉണ്ട്, ബ്രൈറ്റൺ പിയർ. അവിടെ കുറേ ഈ പറഞ്ഞ പോലെ ഫെയർ പോലെയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സ്ഥലം മൊത്തത്തിൽ നല്ല വൈബായിരുന്നു. ഇപ്പം ഏകദേശം ലഞ്ച് ടൈമായി. നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയപ്പോഴാണ് ഈ ഒരു പെർമിറ്റ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഡിഷൂമിൻ്റെ റെസ്റ്റോറൻറ്റ് കണ്ടത്. ഡിഷൂം എന്ന് പറഞ്ഞിട്ട് ലണ്ടനിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ചെയിനാണ്. അവരുടെ തന്നെയാണ് ഈ പെർമിറ്റ് റൂം കേട്ടോ. നല്ല ആംബിയൻസ് ഉള്ള ഒരു കിടിലൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. നമ്മൾ റോട്ടി പിന്നെ ചോലെ പിന്നെ മാഷ്ഡ് പൊട്ടേറ്റോസ് ഒക്കെയാണ് പറഞ്ഞത്. കുറച്ചൊരു ഇംഗ്ലീഷ് ടച്ചും കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഫുഡ് എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ക ഒരു ഇന്ത്യൻ സ്റ്റൈലല്ല. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് എവിടെ ചെന്നാലും ഇന്ത്യൻ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം വേറൊന്നും കഴിക്കുമ്പോൾ കിട്ടാറില്ല. അതുകൊണ്ട് ഐ ഓൾവേസ് എൻഡ് അപ്പ് ഫൈൻഡിങ് സം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അതാണ് എനിക്കെപ്പോഴും ഇഷ്ടം. നല്ലൊരു ലഞ്ചൊക്കെ കഴിച്ച് നമ്മളിതേ സെവൻ സിസ്റ്റേഴ്സിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് സീഫഡിലേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത്. നമ്മൾ സീഫഡ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ബസ് ഇതേ വന്നു. ശരിക്കും ബ്രൈറ്റൺ ടു സെവൻ സിസ്റ്റേഴ്സ് പോകാനായിട്ട് ഒരുപാട് ബസ് സർവീസുകൾ അവൈലബിൾ ആണ്. നമ്മൾ ബസ്സിൻ്റെ ഏറ്റവും മുകളിൽ ലാസ്റ്റ് സീറ്റിൽ പോയിരുന്നു. ഇവിടെ നല്ല വലിയ വിൻഡോ ആണ്. അപ്പോൾ 2 സൈഡും നമുക്കിങ്ങനെ കണ്ടു പോവാം. ഈ ഒരു റൈറ്റ് സൈഡ് ഫുള്ള് ബീച്ചായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് സെവൻ സിസ്റ്റേഴ്സ് എത്തുന്നതിൻ്റെ അതുവരെയും നമുക്കിത് കാണാനിങ്ങനെ പറ്റും. ഫുൾ കടലിങ്ങനെ കണ്ട് പോവാം. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കുറേ നല്ല നല്ല അടിപൊളി ബിൽഡിങ്ങുകളായിരുന്നു ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഓരോ ഹോട്ടൽസൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ ബ്രൈറ്റൺ ഒന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ കുറേ ഫീൽഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി. അപ്പോഴാണ് ഇങ്ങനെ നല്ല നല്ല വീടുകൾ പോലത്തെ സെറ്റപ്പുകൾ. പിന്നെ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പക്ഷെ എല്ലാ ബിൽഡിങ്ങിൻ്റെയും സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ലണ്ടനിലൊന്നും നമ്മൾ പൊതുവെ കാണുന്ന പോലത്തെ വീടുകളും ഒന്നുമല്ല. അപ്പോൾ ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല നല്ല വലിയ വലിയ വീടുകളായിരുന്നു ഇവിടുത്തെ കൂടുതലും. സീഫഡ് ലൈബ്രറിയുടെ അവിടെ ഇറങ്ങി നമ്മൾ ബീച്ചിലേക്ക് നടന്നു.
ബ്രൈറ്റൺ ബീച്ചിൻ്റെ അത്ര തിരക്കില്ല കേട്ടോ ഇവിടെ, കുറച്ചും കൂടെ ആൾക്കാരൊക്കെ നല്ല കുറവായിരുന്നു. ഇവിടെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കുറേ ടെൻറ്റുകളൊക്കെ കാണാൻ പറ്റും ബീച്ചിൻ്റെ അവിടെ. അവിടെ കുറേ ഫാമിലീസൊക്കെ ഇരിക്കും, അവരിങ്ങനെ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാണ് എല്ലാവരും കൂടെ. അപ്പോഴാണ് ഇവിടുത്തെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ കുറേ കളർഫുൾ ആയിട്ടുള്ള ഹട്ടുകൾ കണ്ടത്. ബീച്ച് ഹട്ട്സ് എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. ചെറിയ വുഡൻ ക്യാബിൻസ് ആണ്. ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലം ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മളിപ്പോൾ ബീച്ച് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ ഇവിടെ സേഫ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന സംഭവമാണെന്ന് തോന്നുന്നു. നമുക്ക് റെൻറ്റ് ചെയ്യാൻ പറ്റും അത്. വല്ലാത്തൊരു കാറ്റായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ട് മുടി എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പരിശ്രമിക്കേണ്ടി വന്നു. അത്രയും അധികം കാറ്റായിരുന്നു. ഇനി നമ്മൾ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ സീഫഡ് ക്ലിഫ്സിൻ്റെ അവിടുന്ന് 7 സിസ്റ്റേഴ്സ് ക്ലിഫ്സിൻ്റെ അതുവരേക്കും പോകാനാണ് നമ്മുടെ പ്ലാൻ. ഇതിന് കുറേ റൂട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഹൈക്കിംഗ് റൂട്ടുകളും കാര്യങ്ങളൊക്കെ. നമ്മൾ അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പഠിച്ചിട്ടല്ല വരുന്നത്. 7 സിസ്റ്റേഴ്സ് കാണുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണെന്ന് വന്നത്. പിന്നെ ഹൈക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇവിടെ കുറേ ആളുകൾ ഗ്രൂപ്പായിട്ടൊക്കെയാണ് ഹൈക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ടൂർ പാക്കേജസ് ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊരു ഗൈഡും ഉണ്ടാവും. അപ്പോൾ അവർ കുറേ ഇവിടുത്തെ ലോക്കൽ ഗൈഡായിരിക്കും, ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ഫ്രീഡത്തിൽ നമുക്ക് പോകാലോ വിചാരിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ടാണ് കേട്ടോ വന്നത്. ഈ ഒരു ഹൈക്ക് ഫുള്ളി ഫ്ലാറ്റ് അല്ല, ചില ഭാഗങ്ങളൊക്കെ കുറച്ച് സ്റ്റീപ്പാണ്, അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട് കുറേ. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു ക്ലൈംബൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു ഹൂഡിയൊക്കെ വേണമെങ്കിൽ കയ്യിലെടുക്കാം. ചില സമയത്ത് കാറ്റൊക്കെ ഭയങ്കര കൂടുതലായി തോന്നുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഇടാനായിട്ടും ശ്രദ്ധിക്കുക. കുറച്ച് ടഫായിട്ടുള്ള ഹൈക്കാണെങ്കിലും വർത്ത് ഇറ്റ് ആണ്. നമ്മൾ 7 സിസ്റ്റേഴ്സ് ക്ലിഫ്സ് കണ്ടു. 7 ക്ലിഫുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് 7 സിസ്റ്റേഴ്സ് എന്ന് പേര് വരുന്നത്. അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, ബേസിക് ആയിട്ടുള്ള കാര്യം പറയാം. ഇതെല്ലാം ചോക്ക് ക്ലിഫ്സ് ആണ് കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ കടലിലുള്ള ജീവികളുടെയൊക്കെ സ്കെൽട്ടൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ കുറേ ലെയേഴ്സായി ഫോം ചെയ്ത് ഇറോഷനും കാര്യങ്ങളും അങ്ങനെ കുറേ നാച്ചുറൽ ഷേപ്പിംഗ് ഒക്കെ സംഭവിക്കും. എന്നിട്ട് അങ്ങനെ ഉണ്ടായ ക്ലിഫുകളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിപ്പോൾ 7 പീക്കുകൾ ഉള്ളത് കൊണ്ട് ഇത് 7 സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിതേ തിരിച്ച് താഴേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 3 മണിക്കൂറോളം ഹൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. ഇപ്പോൾ ട്രെയിനിലാണ്. അത്യാവശ്യം ടയേർഡായി, കാരണം ഇന്നത്തെ ദിവസം ഒരു 17 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. നമ്മൾ ഇടയിൽ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ഗാറ്റ്വിക് എക്സ്പ്രസ് എടുത്തിട്ട് ലണ്ടൻ വിക്ടോറിയയിലേക്ക് പോയി. വിക്ടോറിയ സ്റ്റേഷനിൽ നിന്ന് രാത്രിക്ക് വേണ്ടി കുറച്ച് ഫുഡ് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു ട്രെയിനും കൂടെ എടുക്കാനുണ്ട് ജില്ലിങ്ങവിലേക്ക്. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.